to a new class of Jolly Tutorials. ഇന്ന് നമ്മൾ ക്ലാസ് 10 മാത്സിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക, which is chapter 12, areas related to circles. This is an okay-ish chapter and ഇതിനകത്ത് കുറച്ച് ഫോർമുലാസും കൂടാതെ മെയിൻലി ഇതിനകത്ത് വരുന്ന വേർഡ് പ്രോബ്ലംസ് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം, എന്നാലേ ആ ഫോർമുലാസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റീകോൾ പോലെയാണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് എ സർക്കിൾ, ഈ ഫോർമുലാസൊക്കെ ജസ്റ്റ് ഒരു റീകോൾ പോലെയുള്ളൂ. നിങ്ങൾ കാരണം 9th ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അത് ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ. സോ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊരു സർക്കിൾ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക വിത്ത് സെന്റർ. സോ ഈ സർക്കിളിന്റെ ചുറ്റും ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഈ സർക്കിളിന്റെ ചുറ്റും ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു വട്ടം ട്രാവൽ ചെയ്ത് തിരിച്ച് ഈ പോയിന്റ് വരെ, ലൈക്ക് തിരിച്ച് ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ തിരിച്ച് ആ പോയിന്റ് എത്തുന്ന വരെ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അതിന് കൊടുക്കുന്ന പേരാണ് circumference of a circle. So that is the definition of a perimeter. Now we define pi. Pi എന്ന് വെച്ചാൽ അതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, pi. So we define it as the ratio between the circumference and diameter. ഈ ഒരു സർക്കിളിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ഇങ്ങനെ ഒരു ലൈൻ, ഈ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ലൈനിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പകുതി, അതായത് സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും പോയിന്റിലേക്കുള്ള ഒരു ലൈൻ, ഈ പകുതി, അതിന് പറയുന്ന പേരാണ് റേഡിയസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഇതൊരു റീകോൾ പോലെ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സർക്കംഫറൻസ് നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് ആ പോയിന്റ് വരെ സർക്കിളിൽ കൂടെ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സർക്കംഫറൻസ്. അപ്പം സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂവിന്റെ പേര് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ വെച്ചാണ്, ആൻഡ് ദാറ്റ് ഈസ് പൈ. സോ ഈ ഒരു റേഷ്യോയിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ദ ഫോർമുല ഫോർ സർക്കംഫറൻസ്. പല സർക്കിളിന്റെയും സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ഫോർമുലയാണ് നമ്മൾ അടുത്ത. സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു ഡയമീറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആകുമല്ലോ. സോ സർക്കംഫറൻസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ, വിച്ച് ഇസ് പൈ ഇൻറ്റു 2r. ഇവിടെ 6 റേഡിയസ് ആണ്. ഇപ്പം റേഡിയസിന്റെ വാല്യൂ 6 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. സോ റേഡിയസിന്റെ വാല്യൂ 6 ആണെങ്കിൽ ഡയമീറ്ററിന്റെ ഹോൾ വാല്യൂ എത്രയാകും? 2r. സോ ഡയമീറ്ററിന്റെ പകരം അതുകൊണ്ട് എനിക്ക് 2r എന്ന് എഴുതാമല്ലോ. സോ സർക്കംഫറൻസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2r, വിച്ച് ഇസ് ഈക്വൽ ടു 2πr. നമ്മളതൊരു പറയുന്നതിന്റെ ഭംഗിക്ക് വേണ്ടി നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം കോഎഫിഷ്യന്റ് ഫ്രണ്ടിൽ ഇടുന്നേ ഉള്ളൂ. സോ we get the formula of circumference which is equal to 2πr. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടോപ്പിക്കിൽ അവർ പറയുന്നത് പൈ ഇസ് എൻ ഇറാഷണൽ നമ്പർ. നമ്മൾ ഇത് ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ ഇറാഷണൽ നമ്പേഴ്സിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. കൂടാതെ അത് എങ്ങനത്തെയാണ്, അത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം പൈൻ്റെ വാല്യൂ ഞാൻ 3.14 ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു എൻഡ് ഇല്ല. ഇത് എവിടെ പോയി എൻഡ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. നോൺ റെക്കറിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഡെസിമൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഇത് കഴിഞ്ഞിട്ട് 14 അങ്ങനെ അല്ല, പല പല നമ്പേഴ്സ് 3.14 കഴിഞ്ഞിട്ട് പല പല നമ്പേഴ്സ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പൈ ഇസ് എൻ ഇറാഷണൽ നമ്പർ വിച്ച് ഇസ് നോൺ ടെർമിനേറ്റിംഗ്. അതിൻ്റെ ഡെസിമൽ നമ്പർ എവിടെ പോയി എൻഡ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോൺ റെക്കറിംഗ്. യൂഷ്വലി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ പൈൻ്റെ വാല്യൂ എടുക്കുന്നത് പൈ ഈക്വൽ ടു 22/7, അല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പൈ ഈക്വൽ ടു 3.14. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ വാല്യൂസ് ആണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മളുടെ ഇതിനകത്ത് റിവ്യൂവിനകത്ത് ലാസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു πr². ഇതും നിങ്ങൾ പഠിക്കണം. πr², പൈയുടെ വാല്യൂ നമുക്കറിയാം 22/7 അല്ലെങ്കിൽ 3.14, and r is our radius of the circle.
So the formula of area of a circle is equal to pi r square. So that's the end of the introduction part or the first section. Now we'll move to the second. അടുത്ത നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വേർഡ് പ്രോബ്ലം ആൻഡ് അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചതിനകത്ത് എന്തൊക്കെയാണ് അവർ നമുക്ക് തന്നേക്കുന്നതെന്ന് നോക്കാം. The cost of fencing a circular field at the rate of rupees 24 per meter is rupees 5280. The field is to be plowed at the rate of rupees 0.50 per meter square. Find the cost of plowing the field. Take pi equal to 22 divided by 7. So, ഇതിനകത്ത് ഇവർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു സർക്കുലർ ഫീൽഡ് ഉണ്ട്. ആദ്യം പറയുന്നത് ഫെൻസിങ്ങിനെ കുറിച്ച്. ഫെൻസിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇങ്ങനെ നമ്മൾ മതിൽ പോലെ പണിയുക. അപ്പം നമ്മൾ മതിൽ സർക്കിളിന്റെ അല്ലെങ്കിൽ ആ ഫീൽഡിനകത്ത് മുഴുവനോട് മതിൽ പണിയത്തില്ലല്ലോ, നമ്മൾ അതിന്റെ ചുറ്റിനും അല്ല മതിൽ പണിയത്തുള്ളൂ, ലൈക്ക് ഗ്രില്ല് പോലെ ഇങ്ങനെ വെക്കുന്നത് ഫെൻസിങ്. സോ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് റിലേറ്റ് ചെയ്യേണ്ടത്? സർക്കിളിന്റെ ആ ഒരു ബൗണ്ടറിയുടെ ചുറ്റും മാത്രമാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഫെൻസിങ് ഇൻഡിക്കേറ്റ്സ് പെരിമീറ്റർ. പക്ഷെ ഫ്ലവിങ് കിളയ്ക്കുക, നമ്മുടെ ഒരു പാടമൊക്കെ കിളയ്ക്കുമ്പം ആ ഫീൽഡിനകമല്ലേ ഫുള്ള് നമ്മൾ കിളയ്ക്കുന്നേ. അടുത്ത എന്താ പറയുന്നത്, ഇതിനു വേണ്ടി ഫാമിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ആ ഫീൽഡിനകമാണ് കിളയ്ക്കുന്നത്. സോ ഫുൾ ആ സർക്കിളിന്റെ ഇൻസൈഡ് ഏരിയ ആണ് ഇനി നമ്മൾ ഈ കേസിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏരിയ ഓഫ് എ സർക്കിൾ. ഈ രണ്ട് കോൺസെപ്റ്റ്സ് ആദ്യം നിങ്ങൾക്ക് ക്ലിയർ ആകണം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, എന്നാലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ തന്നേക്കുവാണ്, നമ്മൾ ഫെൻസിങ് ചെയ്യുമ്പം 1 മീറ്ററിന് 24 രൂപ വീതം. ടോട്ടൽ കോസ്റ്റ് എത്രയായി നമ്മളുടെ ഈ ഫീൽഡ് ഫെൻസിങ് ചെയ്യാനായിട്ട്? ടോട്ടൽ കോസ്റ്റ് 5280 റുപ്പീസ് ആയി. എന്ന് വെച്ചാൽ ഈ മുഴുവൻ ഈ പെരിമീറ്ററിൽ കൂടെ നമ്മൾ ഫെൻസിങ് ചെയ്തപ്പോൾ നമുക്കായത് 5280 റുപ്പീസ് ആണ് ആയത്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഫീൽഡിന്റെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാം. ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് 1 മീറ്ററിന് 24 രൂപ വീതം. ടോട്ടൽ കോസ്റ്റ് ഫെൻസിങ്ങിന് എത്രയായി? 5280. ശരിക്കും നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇൻറ്റു പെർ മീറ്റർ കോസ്റ്റ്. എന്ന് വെച്ചാൽ നോക്കാം, അത് സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. എനിക്ക് മുഴുവനോട് ഇത് ഫെൻസിങ് ചെയ്യാൻ എത്ര രൂപ ആകും എന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? 1 മീറ്ററിന് എത്ര രൂപയാണ് എന്ന് നമുക്ക് തന്നേക്കുന്നത്, അത് ഇൻറ്റു ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള മീറ്റർ ചെയ്താൽ പോരെ. അപ്പൊ ആ ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസിന്റെ വാല്യൂ ആണ് പെരിമീറ്റർ. സോ ഈ ഒരു ഇക്വേഷനകത്തിട്ട് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 5280 ഈക്വൽ ടു നമ്മുടെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? 2πr into per meter cost 24. So this becomes 5280 equal to 48 pi r. ഇനി ഓക്കെ, പൈയുടെ വാല്യൂ 22/7 യൂസ് ചെയ്യാനായിട്ട് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ തന്നെ ഞാൻ ഇടുക 48 into 22 divided by 7 into r. അപ്പം ഇവിടെ ഒന്നും ക്യാൻസൽ ആവത്തില്ല, അങ്ങനെ കിടക്കട്ടെ. ആറിന്റെ വാല്യൂ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ അല്ല, എന്ന് വെച്ചാൽ ആർ അവിടെ തന്നെ കിടക്കുക ആറിന്റെ ഫോമില്. സോ ആർ ഈക്വൽ ടു 5280. ഇവിടെ താഴെ ഡിവിഷൻ ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ ഇതൊക്കെ ന്യൂമറേറ്റർ കിടന്നുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിന്റെ സൈഡിലാവും. സോ 48 into 22. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പം ആറിന്റെ വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതിങ്ങനെ തന്നെ ഇടാം. ഇപ്പൊ ഇത് അധികം സോൾവ് ചെയ്ത് കുളവാക്കാതെ നമുക്ക് ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്ത് വരുന്നേ നോക്കാം. അപ്പൊ ഇനി നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി. ഇത് മീറ്ററിലാണ് കിടക്കുന്നത് കേട്ടോ. സോ R equal to this much meter. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ശരിക്കും എന്താ? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പ്ലംബിംഗ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പെർ മീറ്ററിന് 0.50 റുപ്പീസ് ആകും. ഒരു മീറ്റർ സ്ക്വയറിന് ഏരിയയുടെ വരുമ്പോഴത്തേക്ക് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആകുമല്ലോ. അപ്പൊ 1 മീറ്റർ സ്ക്വയർ കിടക്കുന്നതിന് നമുക്ക് 0.50 റുപ്പീസ് ആവും. അപ്പം
മുഴുവനോടെ ഈ നമ്മളുടെ ഫീൽഡിന്റെ ഏരിയനെ നമ്മൾ ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആകുമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കേണ്ട റിക്വയർഡ് കോസ്റ്റ് ഈക്വൽ ടു ഏരിയ, അതായത് ടോട്ടൽ നമ്മളുടെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ പെർ മീറ്റർ സ്ക്വയർ റുപ്പീസ് 0.50. ഏരിയയുടെ ഫോർമുല എന്താ? പൈ ആർ സ്ക്വയർ ഇൻറ്റു 0.50. ഇവിടെ അപ്പോൾ 6 നമുക്ക് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഈ ആർ സ്ക്വയർ വരുമ്പോൾ ഇത് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. 6നെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം എന്താകും? 2 6 4 0 2 4, വീണ്ടും 13 2 0 1 2, പിന്നെ ക്യാൻസൽ ചെയ്യാം 6 6 0 6, ഇത് 11 വെച്ച് ഞാൻ മീൻസ് 6 വെച്ച് തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് 1 ആകും, ഇത് 110 ആകും. ഇനി നമുക്ക് ഇപ്പോൾ ഇത് കിടക്കുന്ന ഫോം എന്ന് വെച്ചാൽ 110 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22. അപ്പം ഇതും ഞാൻ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 10ഉം ഇത് 2ഉം ആകും. എന്ന് വെച്ചാൽ ഇത് 5. സോ ദിസ് ഇസ് 35 മീറ്റർ. നമുക്ക് റേഡിയസ് കിട്ടി 35 മീറ്റർ. ഇനി നമുക്ക് 35 മീറ്റർ കിട്ടി, ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 35 ഇൻറ്റു 35 ഇൻറ്റു 0.50 എന്ന് വെച്ചാൽ 1/2 എന്ന് എഴുതാമല്ലോ. നമ്മൾ ഈ 35 സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ 35 സ്ക്വയറിന്റെ വാല്യൂ ചെയ്യാൻ പോവില്ല. എവിടെയെങ്കിലും ഒക്കെ ഇതിനകത്ത് ക്യാൻസലേഷൻ പോസിബിൾ ആണെന്ന് നോക്കിയിട്ട് നമ്മളത് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് 7 മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് 5 ആകും. 2 വെച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് 11 ആകും. സോ ഇത് എന്താകും? 55 ഇൻറ്റു 35 55 ഇൻറ്റു 35 25 25 27 15 15 16 5 12 9 1. നമുക്ക് ആൻസർ കിട്ടും 1925 റുപ്പീസ്. അതാണ് നമ്മളുടെ ആൻസർ. സോ ഇതിനകത്ത് ജസ്റ്റ് നമ്മളുടെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഫെൻസിങ് എന്ന് പറയുമ്പം എന്താണ് അത് റിലേറ്റഡ് ആവുന്നത്, പ്ലവിങ് എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് റിലേറ്റഡാ, നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഒരു ഫോർമുലാസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് റിക്വയർഡ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? 1 മീറ്റർ സ്ക്വയറിന് ഇത്രയും രൂപ 0.5 റുപ്പീസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഏരിയയിലല്ലേ നമ്മൾ പ്ലവിങ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ ഏരിയ വെച്ചിട്ട് 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് വേണ്ട റിക്വയർഡ് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. So that is the end of example number 1. Now we will deal with exercise questions.